നയനയുടെ മുറിച്ചേർക്കൻ വരുന്നതും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് 3 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ വീഡിയോ കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലെ ഫൈനൽ പാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവര് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. റിവ്യൂസ് ഓൺലിക്കകത്ത് അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ആദർശ് പകല് നയനയുടെ കൂടെ ആ കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ നയന ചോദിക്കുന്നുണ്ട് ആദർശിനോട്, ആദർശേട്ടാ ആദർശിന്റെ ശരിക്കും ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തന്നാന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല. ആദർശേട്ടൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ ആദർശിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന്. അത് മാത്രമല്ല ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട് ടെറസിന്റെ മുകളിൽ നിന്നിട്ട് ആദർശേട്ടൻ അമ്മയോട് പറയുന്നത് എനിക്കൊരിക്കലും അവളെ സ്വീകരിക്കാൻ കഴിയില്ല എന്നും അമ്മയാണ് എനിക്ക് ഏറ്റവും വലുതെന്നും ആദർശേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല മുത്തശ്ശന് വേണ്ടിയിട്ട് മാത്രമാണ് ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചതെന്നും ആദർശേട്ടൻ ഞാൻ കണ്ടുപിടിച്ചതല്ലേ. പിന്നീട് ഞാൻ എനിക്ക് അടിച്ചുതൂങ്ങി കിടന്നതിന് കാരണം ആദർശേട്ടന്റെ കഴുത്തിലൊരു താലി കെട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ആദർശിക്കാണ്, ഓഹോ അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമില്ലല്ലേ, ശരിക്കും ഈ ഒരു താലിയുടെ പേരിലാണോ നീ എന്നെ സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞതിന് അങ്ങനെയല്ല അർത്ഥം, ഞാനൊരു ഭാര്യയായി പോയതിന്റെ പേരിലാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. ആദർശേട്ടൻ എത്ര തവണ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടമില്ലാന്ന്, എന്നിട്ടും ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് ആദർശേട്ടനോട് എന്തെങ്കിലും ഒരിക്കലും ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണെന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കാണ്, അല്ല ആ ഓഫീസിലെ പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുമ്പം ആദർശ് ഏത് പെൺകുട്ടിന്ന് ചോദിക്കാണ്. അപ്പൊ നയന പറയാണ്, ഒന്നും ഞാൻ അറിയില്ല എന്ന് കരുതണ്ട, എനിക്കറിയാം നിങ്ങൾക്ക് ഓഫീസിൽ മറ്റൊരു അഫയർ ഉണ്ടെന്ന്, അതുകൊണ്ടാ ഞാന് നിങ്ങളടുത്ത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. ഞാന് എന്തായാലും ഈ ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോഴേക്കും ആദർശ് കട്ടിലിങ്ങനെ ചാടി എഴുന്നേക്കാണ്. നയന നീ എന്തായാലും പറഞ്ഞത്, ബന്ധം ഉപേക്ഷിക്കാനോ? അപ്പൊ നയന ചോദിക്കാണ്, പിന്നല്ലാതെ ഭർത്താവിന് മറ്റൊരു പെണ്ണുമായിട്ട് അഫയർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടിച്ച് തൂങ്ങി കിടക്കുന്ന ഒരു കുലസ്ത്രീ ഒന്നല്ല ഞാന്. എന്തായാലും ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പായിട്ട് ആദർശോട് ഇതെല്ലാം തുറന്നു പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ എനിക്ക് തോന്നിയെന്ന് നയന പറയുമ്പം ആദർശ് പറയണം, നയന അത് വേറൊന്നുമല്ല, നീ വന്ന നാളെ തൊട്ടേ നിന്നെ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമില്ല. അത് മാത്രമല്ല നീ വന്ന രീതിയും മറ്റാണല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ ശ്രമിച്ചു എന്നുള്ള സത്യം തന്നെയാ. പക്ഷെ ഇപ്പോ ഞാൻ അതിനെ ഒരിക്കലും ശ്രമിക്കില്ല. കാരണം എനിക്ക് നീ ഇപ്പൊ എല്ലാം ആണ്. അന്ന് മുത്തശ്ശനായിട്ട് ഞാൻ കള്ളത്തരം പറഞ്ഞ് നിന്നോട് സ്നേഹം അഭിനയിച്ചതുപോലൊന്നുമല്ല എന്റെ മനസ്സിലിപ്പോ, നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്റെ മുറച്ചെടുക്കാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോഴാ ആ സ്നേഹം ഞാൻ റിയലൈസ് ചെയ്യുന്ന പറയുമ്പോ നയനെ പറയാണ്, ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ആവശ്യട്ടാ. ആദർശൻ ഓഫീസിലെ പെൺകുട്ടിയുടെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ മോർച്ചറിന് വാക്ക് കൊടുത്തു, ഞങ്ങളുടെ വിവാഹം നടക്കാൻ പോവാണ്, നമുക്ക് ഡിവോഴ്സ് ആകാം എന്ന് നയനെ പറയുമ്പോ ആദർശ് ചോദിക്കാണ്, നീ ഇത്ര നേരം ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടും ഞാൻ നിന്റെ അടുത്ത് കടന്നിട്ടൊന്നും നീ പറഞ്ഞില്ലെന്ന് ചോദിക്കും. നയനെ പറയാണ്, അതിനൊരു അവസരം നോക്കിയിരിക്കായിരുന്നു, എന്റെ മുറച്ചിറക്കനെ ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തി തന്നെ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കാണ്, അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമില്ല അല്ലേന്ന്. നയനെ ചോദിക്കാണ്, നിങ്ങൾക്ക് ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ ഓഫീസിൽ ആ പെൺകുട്ടി ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണം, നയന സത്യമായിട്ടും അവളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിന്നെ പൊസസീവ്നെസ് ആക്കിയിട്ട് നീ എങ്ങനെയും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ഞാൻ ചെയ്തത് ആ പണിയൊക്കെ, അല്ലാതെ എനിക്ക് യാതൊരു അഫയറും ആരുമായിട്ടും ഇല്ല. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ആ നബിയായിരുന്നു. പക്ഷെങ്കിൽ ആ പെൺകുട്ടിനെ ചതിച്ചേ പിന്നെ എനിക്ക് അങ്ങനെ പ്രണയിക്കാൻ നമ്മൾ തോന്നിയിട്ടില്ല. പിന്നെ പ്രണയം തോന്നിയിട്ടുള്ള നിന്നോട് മാത്രമാണ്. പല സന്ദർഭങ്ങളിലും അത് ഞാൻ അറിയാതെ പുറത്തു വന്നപ്പോ ഞാൻ നടക്കാൻ ശ്രമിക്കായിരുന്നു. കാരണം എന്റെ അമ്മേനെ പേടിച്ച് എനിക്ക് എന്റെ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം എന്ന് നയനയോട് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയണ, ശരി ഇനിയും അങ്ങനെ തന്നെ മതി, ആദർശൻ അമ്മേനെ മാത്രം സ്നേഹിച്ചാൽ മതി, ഈ ഭാര്യ സ്നേഹിക്കേണ്ട എന്ന് പറയുമ്പം ആദർശ്, നയന പോവല്ലേ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്, എനിക്കിപ്പോ നീയാണ് വലുതെന്ന് പറയുമ്പം ആ നയന പറയാണ്, അതൊന്നും പറയണ്ട, നിങ്ങളുടെ അമ്മ തന്നെ നിങ്ങൾക്ക് വലുതെന്ന് എനിക്കറിയാം, അത് അങ്ങനെ തന്നെ വേണം, അതല്ലാതെ ഭാര്യ വന്നോണ്ടേ അത് മാറ്റിയിട്ട് ഭാര്യനെ ആവരുതെന്ന് പറയുമ്പം ആദർശ് പറയാണ്, ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്നേഹം അമ്മയ്ക്ക് അമ്മയുടെ സ്നേഹം കൊടുക്കാൻ എനിക്കറിയാമെന്ന് പറയുന്നു. അപ്പൊ നയന ചോദിക്കാണ്, ഇത്രയും കാലം പിന്നെ എന്തുകൊണ്ടാണ് സാധിച്ചില്ലെന്ന് ചോദിക്കുമ്പം നയന, എന്റെ അമ്മയാണെങ്കിൽ ഇതുവരെ നിന്നെ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാതെ നീ പോവാണെങ്കിൽ പോട്ടെ എന്ന് കരുതിയും ചെയ്തതാണ്. എന്നാൽ നീ അവിടുന്ന് പോകുന്നറിഞ്ഞപ്പോ എന്റെ മനസ്സ് വല്ലാതെ പഠിച്ചു, നീ എന്നെ അകലൊന്നും നീ മറ്റൊരാളുടെ ആവുമെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറി, അതുകൊണ്ടാ എനിക്ക് നീലത് പറ്റില്ല നയന എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എത്ര നേരത്തിനായത്, ഇതുപോലത്തെ കുറെ ഡ്രാമ ഞാൻ കണ്ടതാ മുത്തശ്ശിന് വേണ്ടിയിട്ടും. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന പോലെ ഒരുപാട് തവണ ആദർശൻ അഭിനയിച്ചിട്ടുണ്ട്. ആ അഭിനയത്തിലെല്ലാം ഒരു മന്ദബുദ്ധിയെ പോലെ ഞാൻ വീണിട്ടുണ്ട്. അവസാനം അതിൽ കിടന്ന് കൈകാൽ തടിച്ചിട്ടുണ്ട് ഞാൻ. ഇനി എനിക്ക് സാധിക്കില്ല ആദർശേട്ടാ, ആദർശേട്ടന്റെ കള്ളങ്ങളെല്ലാം വിശ്വസിച്ചൊരു മണ്ടിയായിരുന്നു ഇത്രയും കാലം ഞാൻ. ഇനി അങ്ങനെ നടക്കാൻ എനിക്ക് സാധിക്കില്ല. ഇന്നത്തെ കൂടിയിട്ട് നമ്മുടെ എല്ലാ ബന്ധം അവസാനിക്കുക. ആദർശേട്ടൻ ഇവിടുന്ന് നേരെ ആദർശന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. ആദർശേട്ടന് ഇനി വേറൊരു പെണ്ണ് കിട്ടാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇത്രയും കോടീശ്വരനായ ഒരാളെ ആരാ വേണ്ടെന്ന് വെക്കുക. അതുകൊണ്ട് ആദർശേട്ടൻ ഇവിടുന്ന് പോയിക്കോളൂ, ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം. അത് മാത്രമല്ല അച്ഛനും അമ്മയും എന്നയാളുമായിട്ടുള്ള കല്യാണവും ഞാൻ പറഞ്ഞ സമ്മതിക്കും എന്ന്
പറയുമ്പോൾ ആദർശ് പറയണം നയന പ്ലീസ് ഞാൻ പറഞ്ഞൊന്ന് കേക്ക് നീ ഒരിക്കലും തീരുമാനം എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഇല്ല ആദർശേട്ടാ ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആദർശ് എന്ത് ചെയ്യണമെന്നറിയാതെ ആദർശ് വെള്ളത്തിൽ അവസ്ഥയിൽ ഇങ്ങനെ ഉരുകി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയന പറയാണ് ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലോ ഞാൻ പോവാണെന്ന് പറയുമ്പോൾ നയനെ പറയാണ് നിനക്ക് ആദർശിട്ടാ ഇന്നോട് താമസിച്ചിട്ട് പോകാം. ആദർശ് പറയാണ് മറ്റുള്ളവർ വീട്ടിൽ താമസിക്കുന്ന ശീലമൊന്നും എനിക്കില്ല ഒരു പരിചയമില്ലാത്തവരെന്ന് പറയുമ്പോ ഓഹോ അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ എന്നോടൊന്ന് ചോദിക്കുമ്പോ നീയല്ലേ പറഞ്ഞത് നിനക്ക് ഞങ്ങളുടെ യാതൊരു താല്പര്യം ഇല്ലാന്ന് പിന്നെ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുമ്പോഴേക്കും സാരമില്ല ഇന്ന് ആദർശിനോട് കിടക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദർശ് മനസ്സിലാലോചിക്കുകയാണ് ഇതിന് പിറകെ എന്തെങ്കിലും ഡ്രാമ ഉണ്ടോ ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറഞ്ഞതല്ലോ ശരിക്കും എന്താ സംഭവിച്ചത് ഇവക്കൊന്നും ഇഷ്ടമല്ലേ ഇന്ന് രാത്രിയോടെ ഇവിടെ തങ്ങാം എന്നിട്ട് ഇവിടെ മനസ്സിൽ ശരിക്കും എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ആദർശ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് രാത്രിയില് ആദർശ് കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച നയനെ അടുത്തില്ല കേട്ടോ. ആദർശ് കഥ തുറന്ന് പോകുമ്പോഴേക്കും ആ മോർച്ചറിന്റെ മുറിയിൽ അനക്കം കേൾക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് കഥവ് തുറക്കുമ്പോഴേക്കും ഇവര് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഓടിച്ചെടുത്തൊക്കെ കളിക്കുകയും അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുകയും അവരിങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് കാണുമ്പോഴേക്കും ആദർശ് നോ നയന എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ആദർശ് ചാടി എഴുന്നേക്കാണ് കട്ടിലേന്ന്. അപ്പോഴേക്കും നയന ചോദിക്കണം എന്താ ആദർശിട്ടാ എന്ത് പറ്റി. അപ്പോഴേക്കും ആദർശ് വേണ്ട വേണ്ട നയന അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്താ ആദർശിട്ടാ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് ഓർക്കാണ് ഈശ്വര ഞാൻ കണ്ട സ്വപ്നമായിരുന്നോ. അപ്പൊ ആദർശിന്റെ ഹൃദയമൊക്കെ വല്ലാതെ ഇടിക്കുമ്പോൾ ഞാൻ ചോദിക്കണം എന്താ ആദർശിട്ടാ ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നുണ്ടോ. അപ്പൊ ആദർശ് പറയണ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. നീ ആ ഇതങ്ങ് എടുക്കാമെന്ന് ചോദിക്കുമ്പോ ആ ഒരു നസൽ സ്പ്രേ എടുത്തിട്ട് ആ നയന ആദർശിനെ കൊടുക്കുന്നുണ്ട്. ആദർശ് പെട്ടെന്ന് അത് വലിക്കുന്നു കേട്ടോ. എന്താ ആദർശിട്ടാ എന്താ പറ്റിയേ ഒരു ദുസ്വപ്നം കണ്ടോ. ഞാൻ ദുസ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ദാ വെള്ളമൊക്കെ കുടിച്ച് നാമം ജപിച്ചിട്ട് കിടന്നു നയന പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ് എനിക്ക് ഉറക്കം വരുന്നില്ല നയന നീ എനിക്ക് മറുപടി താന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ എന്താ ആദർശിട്ടാ എന്താ ആദർശിട്ട് അറിയണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയാണ് നീ എന്നെ ഇട്ടിട്ട് പോകാൻ പോവാണോ നീ എന്നേക്കുമായിട്ട് എന്നെ അകലാൻ പോവാണോ ചോദിക്കുമ്പോൾ നയന പറയാണ് ഒരിക്കലും ഇല്ല ആദർശിട്ടാ ഞാൻ ആദർശിട്ടിട്ട് പോയില്ല ഇതൊക്കെ വെറും പറ്റിയിട്ട് മാത്രമല്ലേ എന്റെ മുറച്ചിറക്കന് എന്നെ വിവാഹം താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഞാൻ മറ്റൊരാളുടെ ഭാര്യയല്ലേ ആണെന്നൊക്കെ ചുമ്മാ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. അത് മാത്രമല്ല ഓഫീസിൽ വെച്ച് ആദർശിയുടെ സാഹചര്യത്തിൽ കണ്ടപ്പോ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആദർശ് പറയണ അതൊക്കെ നിന്നെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നയന പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് എന്നിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനൊന്ന് കാര്യമാക്കാഞ്ഞേ. അപ്പം ആദർശ് ചോദിക്കാണ് അപ്പൊ എന്നോട് പറഞ്ഞതിന് മുമ്പേ ആ മോർച്ചറിനോട് പോവാണെന്ന് അത് ഞാൻ ആദർശിന്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ അല്ലാതെ ഞാന് എന്റെ ആദർശിനിട്ട് പോകുന്ന ആദർശിന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നയന ആദർശിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആദർശ് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ രാത്രിയില് അവിടെ വെച്ച് അവര് പരസ്പരം അവരുടെ പ്രണയം തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വളരെ മനോഹരമായ മുഹൂർത്തങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസിനൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.